പിണറായി വിജയനെ കൊണ്ട് അയ്യപ്പൻ പോവുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ശബരിമല വിവാദം പിണറായിയുടെ മൂന്നാം ഊഴത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ വേട്ടയാടുകയാണ്. ഇപ്പോൾ നാളെ സുപ്രീം കോടതിയിൽ യുവതീ പ്രവേശന പുനഃപരിശോധനാ ഹർജികൾ വരുന്നു. പിണറായി എന്തു പറയും സുപ്രീം കോടതിയിൽ എന്നതാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു നാളെ ഒന്നും പറയത്തില്ല, അവർ ടൈം ചോദിക്കും. ഇലക്ഷൻ വരെ എങ്ങനെയെങ്കിലും മാറ്റിക്കാൻ ഉള്ള തന്ത്രങ്ങളൊക്കെ അവർ ആസൂത്രണം ചെയ്ത് വെക്കും. എൻ്റെ ഒരു തോന്നലാണെങ്കിൽ നാളെ അവർ സമയം ചോദിക്കാനാണ് സാധ്യത. നാളെ ഏതായാലും വാദം പറയാനുള്ള സാധ്യത ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു തവണയോടെ മാറ്റുമ്പോൾ തന്നെ ഇലക്ഷൻ കഴിയും ഏകദേശം. അതിനുള്ള സാധ്യതയാണുള്ളത്. താങ്കൾ ചോദിപ്പിച്ച കൃത്യമാണ്. അയ്യപ്പൻ ഈ വളരെ ഇന്ന് നമുക്ക് ധാരാളം ഹൈന്ദവ ദൈവസങ്കല്പങ്ങൾ ഉണ്ടെങ്കിലും ദിനം പ്രതി ആൾക്കാർക്ക് വിശ്വാസം കൂടുന്ന ഒരു ദൈവിക സങ്കല്പമായിട്ട് അയ്യപ്പ ഭഗവാൻ മാറി എന്നുള്ളത് വളരെ സത്യം. വിടുന്നില്ല. പിണറായിയെ വിടുന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊക്കെ ഈ വീടുകളിലൊക്കെ തന്നെ ഈ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന പോലെ തന്നെ പിണറായി ഹിന്ദുത്വത്തിൻ്റെ ഐശ്വര്യം എന്ന രീതിയിൽ പോകണം. കാരണം കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ ധ്രുവീകരിക്കുന്നതിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ പ്രബലമാക്കുന്നതിലും ഈ പിണറായിയുടെ നയങ്ങൾക്ക് വലിയൊരു പങ്കുണ്ടെന്നാണ് ദിനം പ്രതി നമ്മൾ കാണുന്ന വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. ഓരോ വിവാദങ്ങളും 1, 2, 3 എന്നും പറഞ്ഞ് ഇല്ല MM മണി പറഞ്ഞ പോലെ 1, 2, 3, 4 എന്നും പറഞ്ഞാൽ നമുക്ക് എണ്ണി നോക്കാൻ സാധിക്കും. ധാരാളം വിവാദങ്ങളുണ്ട്. ശബരിമലയിലെ വിവാദം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് പുറം ലോകം അറിയാനുള്ള കാരണമെന്ന് പറയുന്നത് വളരെ കൃത്യമായി നമ്മൾ നോക്കുമ്പോൾ ഒരു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? പിണറായി വിജയന് പമ്പയിലെ ഈ ആഗോള തട്ടിക്കൂട്ട് അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് പ്രസംഗം നടത്തി. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതല്ല ഇത്. വളരെ നാളുകളായി ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. അയ്യപ്പ ഭഗവാനെ ലോകമെമ്പാടും അറിയിക്കാനും ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മൾ നോക്കണം. കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ശബരിമലയിലെ ദേവസ്വം മന്ത്രിമാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് ജീവനക്കാരും ഒക്കെയായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന വ്യക്തിയാണ്. അയാളുടെ ഭാവനയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഈ അയ്യപ്പ സംഗമം. പോറ്റിയുടെയാണ്. പോറ്റിയും പ്രശാന്തും വാസവനും എല്ലാം കൂടെ ആലോചിച്ചിട്ട് ഈ ഒരു അയ്യപ്പ സംഗമം പ്ലാൻ ചെയ്തു. പോറ്റി പറഞ്ഞു കാണും, സ്വാഭാവികമായിട്ടും പറഞ്ഞു കാണുമെന്നല്ല പറഞ്ഞു, ഇതിന് വേണ്ട എല്ലാ സ്പോൺസർമാരെയും ഞാൻ കണ്ടെത്തിക്കോളാം, നിങ്ങൾ നിന്ന് തന്നാൽ മതി, നിങ്ങളൊന്നും പേടിക്കണ്ട, ഇതിനേക്കാൾ വലിയ കലാപരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ 8 കോടിയുടെ ഈ സംഗമം എന്ന് അദ്ദേഹം പറഞ്ഞു കാണും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പോറ്റിക്ക് എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടല്ലോ, സാമ്പത്തിക ലാഭം. 8 കോടി ഉണ്ടെങ്കിൽ ഒരു 15 കോടി മതി. അതിൻ്റെ വീതം വെപ്പിനെ സംബന്ധിച്ച് ഈ ദേവസ്വം ബോർഡ് മെമ്പർമാരും ഉദ്യോഗസ്ഥരും പോറ്റിയും തമ്മിൽ പിണങ്ങി. പ്രസിഡന്റ് പ്രശാന്തും എല്ലാവരും തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞ സമയത്ത് അത് പരിഹരിക്കാൻ സാധിക്കാതെ വന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സെപ്റ്റംബർ മാസം 20-ാം തീയതിക്ക് 2 ദിവസം മുമ്പ് ഒരു പടക്കം പൊട്ടിച്ചത്. എന്താണ്? ശബരിമലയിലെ ദാരശില്പങ്ങളുടെ ആ താങ്ങ് പീഠം കാണുന്നില്ല, അല്ലെങ്കിൽ അവിടെ എവിടെയോ ഉണ്ട് എന്നൊരു പ്രസ്താവന നടത്തി. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. പക്ഷേ അയ്യപ്പ ഭഗവാൻ അതേ പിടിച്ചങ്ങോട്ട് കയറാൻ തുടങ്ങി. അവിടെയാണ് പ്രശ്നമുണ്ടായത്. പിന്നീട് ഇവർക്ക് സമയം കിട്ടിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവരുന്ന സ്പോൺസർമാരെ നോക്കി നിൽക്കുകയാണ്. അതോടുകൂടി പാളിച്ച പറ്റി. പിന്നീട് 1 by 1 ആയിട്ട് ഓരോ ദിവസവും ഓരോ ശബരിമലയിലെ മോഷണത്തിൻ്റെയും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ. കടിച്ച പാമ്പിനെ കൊണ്ട് ഇറക്കി എന്ന് പറയുന്ന പോലെ പോറ്റിയെ കൊണ്ട് തന്നെ കൊള്ളയുടെ അന്വേഷണം തുടങ്ങി വെപ്പിച്ചു. അതാണ് അപകടകരമായി. പിന്നെ ഇപ്പോൾ വന്നൊരു വിവാദമുണ്ടല്ലോ ഈ കണക്കിനെ സംബന്ധിച്ചൊക്കെ. അവിടെ ഒരു പ്രശ്നമുണ്ട്. CPMമാർക്ക് മോഷ്ടിക്കാനൊക്കെ നല്ല താല്പര്യവും അറിവും കഴിവും ഒക്കെ ഉണ്ട്. ഈ ദേവസ്വം ബോർഡിലെ തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും എല്ലാം കള്ളക്കണക്ക് എഴുതുന്നതിൻ്റെ ഉസ്താദായിരുന്നു മുരാരി ബാബു എന്ന് പറയുന്ന വ്യക്തി. ഈ ശബരിമലയിലെ അയ്യപ്പ സംഗമം നടന്ന സമയത്ത് മുരാരി ബാബു ഹരിപ്പാട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനാണ്. ഹരിപ്പാടാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. ഇദ്ദേഹമാണ് അവിടുത്തെ അന്നദാനത്തിൻ്റെ കാര്യമൊക്കെ അതിൻ്റെ കമ്മിറ്റിയിൽ അദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. ശബരിമല അയ്യപ്പ സംഗമം നടന്ന് ഈ കള്ളക്കണക്ക് എഴുതേണ്ട സമയമായപ്പോഴേക്കും ഇയാൾ ജയിലിൽ പോയി. ഈ കള്ളക്കണക്ക് എഴുതി കൊടുത്ത് ശരിയാക്കേണ്ട പണി ഈ മുരാരി ബാബുവിനായിരുന്നു. പക്ഷേ കണക്ക് എഴുതാൻ സാധിച്ചില്ല. പിന്നെ ഈ കള്ളന്മാർക്ക് മോഷ്ടിക്കാൻ മാത്രമേ അറിയൂ, അത് കൃത്യമായ രീതിയിൽ പിടിക്കപ്പെടാതെ ഒപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ കള്ളക്കണക്കുകൾ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഈ കണക്കുകൾ ഇങ്ങനെ ആകെ കൺഫ്യൂഷനായിട്ട് വന്നതിന്റെ കാരണം ഇതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമുണ്ട്. ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ശുദ്ധ ഹിന്ദു വിരുദ്ധമായ നടപടിയായിരുന്നു നമുക്ക് കാണാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ അവിടെ 4100 അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള കിറ്റുകൾ തയ്യാറാക്കിയിരുന്നു. എന്തൊക്കെയാണ് അതിലുണ്ടായിരുന്നത്? വിഭൂതി, ശബരിമലയിലെ ചന്ദനം, അതുപോലെ തന്നെ അരവണ പ്രസാദം, ഉണ്ണിയപ്പം, ആടിയ ശിഷ്ടം നെയ്യ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് 4100 കിറ്റുകൾ തയ്യാറാക്കി വെച്ചു. നമ്മൾ നോക്കൂ,
ഈ ഞാനും താങ്കളുമൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നു, ശബരിമലയിൽ പോയി നെയ്യഭിഷേകം ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവിടെ പോയി രസീത് എഴുതണം. എൻ്റെ പേരും നാളും പറഞ്ഞ് രസീത് എഴുതിയതിന് ശേഷം അതിനകത്തെ ആടി ശിഷ്ടം നെയ്യ് എനിക്ക് കിട്ടത്തുള്ളൂ. പൈസ അടച്ചാൽ മാത്രമേ പ്രസാദമായിട്ടുള്ള അരവണ എനിക്ക് കിട്ടത്തുള്ളൂ. പൈസ അടച്ചാൽ മാത്രമേ എനിക്ക് ചന്ദനം കളഭം മേടിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇത് ഗിഫ്റ്റായിട്ടാണ് കൊടുക്കുന്നത്. എത്ര തോന്നിവാസമാണ്! ഹിന്ദു വിരുദ്ധമായ നടപടി തന്നെയാണിത്. ഇവർക്കിതിന് എന്ത് ലൈസൻസാണ് ഈ പ്രസാദം ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ? അതൊക്കെ തെറ്റായ നടപടി തന്നെയാണ്. ഇവർ കുമരകത്ത് താമസിച്ചു, മൂന്നാറിലും കുമരകത്തും ഒക്കെയാണ് താമസിച്ചത്. ഈ ശബരിമലയുടെ തൊട്ടടുത്ത് പത്തനംതിട്ട, അടൂർ, പന്തളം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നല്ല ഒരുമാതിരി കുഴപ്പമില്ലാത്ത ഹോട്ടലുകളുണ്ട്. അവിടെ താമസിക്കാതെ ഈ കുമരകത്ത് കൊണ്ട് കരിമീനും കള്ളും ഒക്കെ കഴിക്കാനും കുടിക്കാനും ഉള്ള സൗകര്യം ഒപ്പിച്ചു കൊടുത്തു. ഈ ദേവസ്വം പറയുന്നൊരു കാര്യമുള്ള, സർക്കാരിന് ദേവസ്വം ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ 35 ലക്ഷം രൂപ കുമരകത്തെ ബില്ല് സംസ്ഥാനത്തെ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ബില്ല് വന്നിരിക്കുന്നത്. ഇന്ന് സർക്കാരിന് ബന്ധമില്ലെന്ന് എങ്ങനെ പറയും? രണ്ടാമത് വേറൊരു വീക്ഷണം ഇത് നമുക്ക് എടുക്കാൻ സാധിക്കും. ഒന്നിതാണെങ്കിൽ 8 കോടി രൂപ അതിനൊരു സ്വാഗത സംഘവും കാര്യമൊക്കെ ഉണ്ടാക്കിയാൽ ഓരോ മന്ത്രിമാർക്കായിരുന്നു ഓരോന്നിൻ്റെ ചുമതല. ഗണേഷ് കുമാറിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റേത്, അല്ലെങ്കിൽ ഓരോ മന്ത്രിമാർക്കും ഓരോരോ സ്പോൺസർഷിപ്പിൻ്റേത്. ഈ മുഖ്യമന്ത്രിയെ മാർക്കറ്റ് ചെയ്യാനും ഇത്രമാത്രം കേരളം മുഴുവൻ ഹോർഡിങ്ങുകൾ അയ്യപ്പൻ്റെതിനേക്കാൾ വലിയ അതെ. അങ്ങനെ മാർക്കറ്റ് ചെയ്തപ്പോൾ ഈ CPM-ന് നിസ്സാരമായിട്ട് 8 കോടി രൂപ സംഘടിക്കാൻ സാധിക്കത്തില്ലായിരുന്നു? ഈസി അല്ലേ? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇത്രയും വലിയതായിട്ട് ആരാധിക്കുന്ന ഒരു സമൂഹം എന്ന് അവർ പറയുന്നത്. അവിടുന്ന് 8 കോടി രൂപ സംഘടിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് സ്പോൺസർഷിപ്പിന് സാധിച്ചില്ല? ഇവർ 80 കോടി രൂപ ചിലപ്പോൾ പിരിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ മറവിൽ. 80 കോടി രൂപ. ഇലക്ഷൻ വരികയാണ്, പാർട്ടിക്ക് ഫണ്ട് വേണം, അവസാനത്തെ മന്ത്രിസഭ ആവുന്നതിന് മുമ്പ് എല്ലാവർക്കും വീതം വെച്ചെടുക്കാൻ പരമാവധി തുക കണ്ടെത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി 80 കോടി രൂപ പിരിച്ചു കാണും. ഇത് കള്ളക്കണക്ക് എഴുതാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് വന്ന ജയിലിലായി പോയി. മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആൾക്കാർ ജയിലിലായി. പക്ഷേ ഇപ്പോൾ നമ്മൾ നാളെ ഈ കേസ് വരുമ്പോൾ നമ്മൾ കേസിൻ്റെ കാര്യം പറഞ്ഞാൽ തുടങ്ങിയത്, മുമ്പ് ഈ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതൊക്കെ കഴിഞ്ഞ കഥയാണ്. യുവതി പ്രവേശനം എന്നൊക്കെ പറഞ്ഞു. അത് ആ നിലപാട് മാറ്റം പുതിയ സത്യവാങ്മൂലം ഫലം കൊടുക്കേണ്ടി വന്നാൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അവരുടെ നയം എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു ഹിന്ദുത്വ വിരുദ്ധ നിലപാടുള്ള മന്ത്രിസഭയാണ് എന്നുള്ളൊരു തോന്നൽ മാറ്റാൻ വേണ്ടി ചിലപ്പോൾ ഉരുണ്ട് കളിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിപ്പോൾ കൊടുക്കാൻ സാധ്യതയില്ല. തെരഞ്ഞെടുപ്പ് കഴിയും. ഇവരുടെ സർക്കാർ വീണ്ടും വരികയാണെങ്കിൽ വീണ്ടും ഇവർ ഈ യുവതീ പ്രവേശനത്തിനെ അനുകൂലിക്കാനുള്ള സാധ്യതയാണുള്ളത്. വീണ്ടും ഭരണം കിട്ടിയാൽ പിന്നെ 5 വർഷത്തെ അപ്പോഴത്തേനും ജനങ്ങളൊക്കെ ഇത് മറക്കുമല്ലോ, ഒരു ശീലമായി മാറുമെന്ന് തോന്നല് അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ കേസിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ചാനലുകളും പത്രങ്ങളും ഒക്കെ പറയുന്നത് ശബരിമല യുവതീ പ്രവേശനം നാളെ കോടതി പരിഗണിക്കുന്നതാണ്. അങ്ങനെയല്ല, ഒരു കൂട്ടം ഹർജികളുണ്ട്. അതെ, മുസ്ലിം വനിതകളുടെ പള്ളിയിലെ പ്രവേശനം, അവരുടെ മറ്റേ ചേലാകർമ്മം, പള്ളി പ്രവേശനം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ തന്നെ ഈ ഹിന്ദു യുവതികൾക്ക് നവോത്ഥാനം വേണമെന്ന് പറയുന്ന ആ മതിൽ കെട്ടാൻ പോയത് മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം, പള്ളി കയറാൻ, മസ്ജിദിൽ കയറാൻ സ്വാതന്ത്ര്യമില്ല. അതിന്റെ കേസും പരിഗണിക്കുന്നുണ്ട്. അതാരും ഹൈലൈറ്റ് ചെയ്യുന്നില്ല, അത് പറയുന്നില്ല. ശബരിമല യുവതീ പ്രവേശനം എന്ന വാക്ക് മാത്രം പറയുമ്പോൾ ധാരാളം സ്ത്രീവിരുദ്ധമായ നടപടികൾ. ഇത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്ന് ആര് പറയുന്നു? അതെ, യുവതികൾക്കേ ഉള്ളൂ പ്രവേശനം. ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ള യുവതികൾക്ക് ശബരിമലയിൽ കയറാൻ ഒക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. 10 വയസ്സ് വരെ കയറാം, 50 വയസ്സിന് മേളിലും കയറാം. സ്ത്രീകളെ സംബന്ധിച്ച് ഒരിക്കലെങ്കിലും അയ്യപ്പനെ കാണാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നില്ല. പക്ഷേ മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ച്, മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ അവകാശത്തിനെ പൂർണ്ണമായും ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. അതിനാൽ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഉത്തരവാദിത്വത്തോടു കൂടി ഒരു ജഡ്ജ്മെന്റ് എഴുതാൻ ബാധ്യതയുള്ള ഒരു കേസാണിത്. ധാരാളം വിഷയങ്ങളുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ വിഷയങ്ങൾ പരിഗണിക്കും. പാഴ്സികളുടെ വിഷയമുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് നാളെ ഇതിനകത്ത് ഒരു കാര്യവും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ എന്തായാലും അയ്യപ്പൻ തീരുമാനിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പ് യുവതീ പ്രവേശനം ഒരു വിഷയം വരണമെന്ന് അയ്യപ്പൻ തീരുമാനിച്ചു. ധാരാളം വിഷയങ്ങൾ. അപ്പം അയ്യപ്പൻ ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് പിണറായിക്കിട്ട് പണിതേ അടങ്ങൂ എന്ന് വെച്ചാൽ ആരുടെ ഭരണം പിന്നെ വരും? അത് അയ്യപ്പ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും യഥാർത്ഥത്തിൽ SIT എന്ന് പറഞ്ഞ അയ്യപ്പ ഭഗവാൻ തന്നെയാണ്. സ്പെഷ്യൽ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ? ഒരിക്കലും തൃപ്തിയില്ല. ഞാൻ തൃപ്തനേ അല്ല. കേരളത്തിലെ പൊതുസമൂഹം തൃപ്തരല്ല. താങ്കൾ നവമാധ്യമങ്ങൾ ഏത് വേണമെങ്കിലും പരിശോധിച്ച് നോക്കൂ. CPM-കാർ പോലും അതിനെ അനുകൂലിച്ചെങ്ങും വളരെ കുറച്ച് മാത്രമേ കമൻറ്റുകൾ എഴുതുന്നുള്ളൂ. അതൊരു സാഹചര്യം ഉണ്ട്. എല്ലാ പ്രതികൾക്കും ജാമ്യം കിട്ടി. എല്ലാ പ്രതികൾക്കും സ്വാഭാവിക. ഹരിശങ്കറിന്റെ അച്ഛനെ ബദറുദ്ദീൻ അടിക്കുമെന്ന് വന്നപ്പോൾ മാത്രം കുഴലൊക്കെ ഇപ്പൊ അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ല. അദ്ദേഹം പയർ പോലെ നടക്കുന്നുണ്ട്.
ഇതാണ് സ്വാഭാവികമായ CITയുടെ അന്വേഷണത്തിൽ പരിമിതികളുണ്ട്. ഏതായാലും നമുക്ക് നാളത്തെ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളൊന്ന് നോക്കാം, എന്നിട്ട് വീണ്ടും ഇരിക്കാം. അതെ.